സ്വാഗതം സൈനഡാര റീഡിലേക്ക്. ഇന്നത്തെ ദിവസം വളരെ സ്പെഷ്യലായിട്ടൊരു റീഡാണ് ചെയ്യുന്നത്. ഈ റീഡിൽ ഞാൻ ഇപ്പോഴത്തെ താങ്കളുടെ സമ്പന്നാവസ്ഥ എങ്ങനെ ഓവർകം ചെയ്യാമെന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഈ കാർഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മുടെ കറണ്ട് എനർജിയാണ് താങ്കളുടെ. ഈ കാർഡ് എന്ന് പറയുന്നത് താങ്കളുടെ ഹയർ സെൽഫ്, അതായത് ഉയർന്ന സെൽഫ് താങ്കളോട് പറയാൻ നോക്കുന്നത്, ഏഞ്ചൽസ്, മാലാകമാർ എന്ന് പറയുന്ന ആ ഹയർ എനർജീസ് താങ്കളോട് പറയാൻ നോക്കുന്നത്. ഇത് ലോവർ വൈബ്രേഷൻസ് എന്ന് പറയും. അതായത് താങ്കളിപ്പോൾ താഴത്തേക്ക് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് താങ്കളെന്ന വ്യക്തിയെങ്കിൽ ഇത് മുകളിലേക്കും ഇത് താഴത്തേക്കും വലിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് രണ്ട് കാർഡ് കൂടി എടുത്താലേ നമുക്ക് റീഡിംഗ് പൂർണ്ണമാവുള്ളൂ. ഈ കാർഡ് എന്ന് പറയുന്ന കാർമിക് ഇതെന്ന് പറയും, അതായത് നമ്മുടെ കർമ്മയുടെ ഒരു ഫലം. ഈ കാർഡും ഈ കാർഡും തമ്മിൽ ബന്ധമുണ്ട്. എങ്ങോട്ടാണ് ശരിക്കും താങ്കൾക്ക് കുതിക്കാനുള്ള ഒരു യോഗം എന്നുള്ളതാണ് ഈ കാർഡ് പറയുന്നത്. അപ്പോൾ ഈ കാർഡും തമ്മിൽ ബന്ധമുണ്ട്. ഇത് വളരെ റയർ റീഡാണ്. അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിലേ കാണാൻ പറ്റുള്ളൂ. ഞാനപ്പോൾ ഈ റീഡ് നോക്കട്ടെ. എന്താണ് കറണ്ട് എനർജി? ഈ കാർഡ് റീഡിങ് കാണുന്ന താങ്കളുടെ ഞാൻ നോക്കട്ടെ. ഇത് 4 ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡാണ്. 4 ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡ് എന്ന് പറയുന്നത് ഒരു ബേസിക് ആയിട്ടുള്ളൊരു മാനിഫെസ്റ്റേഷൻ നേടിയൊരു വ്യക്തിയാണ്. അതായത് ഇപ്പം നാട്ടുകാരുടെ മുന്നിൽ നമുക്ക് പലതും നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇതിൽ നമ്മൾ നിൽക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതിനപ്പുറം നമ്മൾ പോയിട്ടില്ല. 4 എന്ന് പറയുന്ന എനർജി എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു മാനിഫെസ്റ്റേഷനാണ്. അതായത് പുറമേക്കാരുടെ മുന്നിൽ നമ്മൾ എന്തോ നേടിയിട്ടുണ്ട് എന്നാണ് ഈ എനർജി പറയുന്നത്. എന്താണ് താങ്കളുടെ ഹയർ സെൽഫ് താങ്കൾ മുന്നോട്ട് വലിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇത് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡ് വളരെ ഹൈ എനർജിയുള്ള ഒരു കാർഡാണ്. അത് തീർച്ചയായിട്ടും ധനത്തിൻ്റെ ഒരു ദേവതയാണ് നമ്മൾ കാണുന്നത്. ദേവത എന്ന് പറയില്ല, അതായത് ധനം ഒരുപാട് അനുഭവിക്കാൻ യോഗമുള്ള ഒരാൾ, അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് സഹായകരമാകുന്ന ഒരു ഹയർ എനർജി. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷൻസും ഇതും താങ്കൾക്ക് കാണാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ താങ്കൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. താങ്കൾ എന്താണ് താഴേക്ക് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ നോക്കട്ടെ. അത് ഹീറോഫൻ്റ് എന്ന് പറയുന്ന കാർഡാണ്. ഹീറോഫൻ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റസ് കോ എന്ന് പറയും. അതായത് നമ്മൾ സാമ്പ്രദായികമായിട്ടുള്ള രീതിയിൽ ഉള്ള മുന്നോട്ട് പോയാൽ മതി എന്ന ചിന്താഗതിയാണ്. ഇതാണ് പിന്നോട്ട് പിടിച്ച് വലിക്കുന്നത്. അതായത് വേറെ രീതിയിൽ ചിന്തിക്കാൻ നമ്മൾ ഒരുക്കമല്ല എന്നുള്ളത്. എന്ത് കാർമിക് ഇതാണ് താങ്കൾ വലിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കട്ടെ. അത് പേജ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിസ്ക് എടുത്ത് പണം ചിലവാക്കിയ ഒരാളെയാണ് കാണുന്നത്. അതായത് മുൻകാലങ്ങളിൽ എന്താ പറയുക, നമ്മൾ ചിന്തിക്കാതെ കാശെടുത്ത് ആർക്ക് കൊടുക്കുകയോ ചിലവാക്കുകയോ ബിസിനസ്സിലിടുകയോ എന്തോ ചെയ്തിട്ടുണ്ട്. ഇതിലേറ്റ പരാജയമാണ് താങ്കളെ ഇപ്പോൾ ഇതേപോലെ ചിന്തിപ്പിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. ഇനി എവിടേക്കാണ് താങ്കൾക്ക് ശരിക്കും പോകാനുള്ള ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ മനോഹരമായിട്ടുള്ള കിങ് ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡാണ്. കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഏരിയയിൽ നമ്മൾ രാജാവാവുന്നതാണ്. അപ്പോൾ ഞാൻ താങ്കളോട് ഈ റീഡ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, ഈ രണ്ട് കാർഡും തമ്മിൽ ബന്ധമുണ്ടാകുന്നുള്ളത്. ഇതിപ്പോൾ താങ്കൾ വലിക്കുന്നത് മുൻകാലങ്ങളിൽ കൊടുത്തിട്ടുള്ള പണവുമായിട്ടുള്ള ബന്ധപ്പെട്ട വേദനകളും ഇനി അത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള പേടിയുമാണ്. അത് ഭയങ്കര എനർജിയുടെ കാർഡാണ്. അതുകൊണ്ട് ഇത് ബ്രേക്ക് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. അതേസമയം താങ്കളുടെ ഹയർ സെൽഫ് പറയുന്നത് ഇനി വരാൻ പറ്റും, ഒരുപാട് നേടാൻ പറ്റുന്നുള്ളത്. ശരിക്കും ഇത് താങ്കൾ ലിസൺ ചെയ്താൽ താങ്കൾ രാജാവാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഈ കാർഡ് റേഡിയോ 1-2 പ്രാവശ്യം കണ്ട് ഇത് ജീവിതത്തിൽ ഇത് വരുത്തിയാൽ നമുക്ക് വലിയ വിജയങ്ങൾ നേടാം. ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു.